നമസ്കാരം. 2019 5 വർഷം കൊണ്ട് കേരളത്തെ സ്ത്രീധന മുക്തമാക്കുമെന്നായിരുന്നു പിണറായിയുടെ പ്രഖ്യാപനം. എല്ലാ പ്രഖ്യാപനങ്ങളുടെയും പോലെ തന്നെ ആ പ്രഖ്യാപനവും ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, സ്ത്രീധന മരണങ്ങൾ വാർത്തകളിൽ നിറയുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളരെ മുന്നിലുള്ള കേരളത്തിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളും മരണങ്ങളും ലജ്ജാകരമായ അവസ്ഥയിലാണ്. പോലീസിന്റെ ക്രൈം രജിസ്റ്റർ പ്രകാരം സംസ്ഥാനത്ത് ഈ വർഷം ജൂൺ വരെ സ്ത്രീകൾക്കെതിരായി നടന്നത് 9501 കുറ്റകൃത്യങ്ങളാണ്. 2021 കേസുകളുടെ എണ്ണം 16,199 ആയിരുന്നെങ്കിൽ 2022 കേസുകളുടെ എണ്ണം 18,943 ആയിരുന്നു. 2023 18,980 ആയിരുന്നു കേസുകളുടെ എണ്ണം. ഇതിൽ തന്നെ ബലാത്സംഗ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് 1338 കേസുകളാണ്. 2021 2339 കേസുകളും 2022 2518 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്ത്രീകൾക്കെതിരെ നടന്ന ഗാർഹിക പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് ഈ വർഷം 2327 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2021 കേസുകളുടെ എണ്ണം 4997 ആയിരുന്നു. 2022-23 വർഷങ്ങളിൽ കേസുകളുടെ എണ്ണം യഥാക്രമം 4998, 4710 എന്നിങ്ങനെയാണ്. സംസ്ഥാനത്ത് ഈ വർഷം 3 സ്ത്രീധന മരണങ്ങളാണ് നടന്നത്. 2021, 2022, 2023 വർഷങ്ങളിൽ യഥാക്രമം 9, 11, 8 മരണങ്ങളായിരുന്നു. സ്ത്രീകളെ ശല്യം ചെയ്തതിന് 2021 504 കേസുകളും 2022 572 കേസുകളും 2023 679 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 306 കേസുകളാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ യാതൊരു കുറവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിയമങ്ങൾ കർശനമാണെന്ന് പറയുമ്പോഴും കേസുകളുടെ എണ്ണത്തിലും കുറവില്ല. കുടുംബ ജീവിതത്തിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമാണ് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ ഏറിയ പങ്കും ഉണ്ടാവുന്നത്. ലോകാരോഗ്യ സംഘടനയിലെ 2018 കണക്കനുസരിച്ച് 3-ൽ 1 സ്ത്രീ പങ്കാളിയിൽ നിന്നുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. സ്ത്രീ കൊലപാതകത്തിൽ 3-ൽ 1 കാരണം പങ്കാളിയുടെ പീഡനമാണെന്നും കണക്കുകൾ വിളിച്ചു പറയുന്നു. ഇക്കാര്യത്തിൽ സിക്കിം, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ഗോവ എന്നീ സംസ്ഥാനങ്ങളെ മാതൃകയാക്കുകയാണ് വേണ്ടത്. പോയ വർഷം സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കേസ് പോലും ഈ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ലോകത്ത് 1 മിനിറ്റിൽ 1 സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് UN റിപ്പോർട്ട് പറയുന്നത്. 736 ദശലക്ഷം സ്ത്രീകൾ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ 30% സ്ത്രീകളും മാനസിക ശാരീരിക പീഡനം നേരിടുന്നവരാണ്. ഇന്ത്യയിൽ 1 ലക്ഷം സ്ത്രീകളിൽ 58 സ്ത്രീകൾ അതിക്രമങ്ങൾക്ക് ഇരയാവുന്നു. സ്ത്രീകൾക്ക് ഏത് അർദ്ധരാത്രിയിലും വഴി നടക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് തന്റെ സ്വപ്നമെന്ന് സ്വാതന്ത്ര്യത്തിന് മുൻപ് മഹാത്മാഗാന്ധി പറഞ്ഞു. ആ സ്വപ്നം ഇന്നും നടക്കാത്തതായി തന്നെ ശേഷിക്കുകയാണ്. വീടിനുള്ളിലും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം പ്രായഭേദമന്യേ സ്ത്രീകൾ ഇന്നും അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്ന വാർത്ത പതിവായി കേൾക്കേണ്ടി വരികയാണ്. ഗാർഹിക അതിക്രമ നിയമവും തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡന വിരുദ്ധ നിയമവും നിലവിലുണ്ടെങ്കിലും അതൊന്നും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ ഫലപ്രദമാകുന്നില്ല. സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ച വ്യക്തിയുടെ മേലല്ല, മറിച്ച് ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ മേൽ കുറ്റം ചാർത്തുന്ന സമീപനം ഇതുവരെ പിണറായി ഭരണത്തിൽ നടമാടുകയാണ്. വീടിനുള്ളിലും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം പ്രായഭേദമന്യേ സ്ത്രീകൾ ഇന്നും അതിക്രമങ്ങൾക്കിരയാകുന്നുണ്ട് എന്ന വാർത്ത പതിവായി കേൾക്കേണ്ടി വരികയാണ്. ഗാർഹിക അതിക്രമ നിയമവും തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡന വിരുദ്ധ നിയമവും നിലവിലുണ്ടെങ്കിലും അതൊന്നും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ ഫലപ്രദമാകുന്നില്ല. സ്ത്രീക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്.
സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ച വ്യക്തിയുടെ മേലല്ല, മരിച്ച് ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ മേൽ കുറ്റം ചാർത്തുന്ന സമീപനം പിണറായിയുടെ ഭരണത്തിൽ നടമാടുകയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അതിക്രമങ്ങൾക്കിരയാകുന്നത് തൊഴിലിടങ്ങളിലാണ്. സ്ത്രീകളുടെ മേൽ തങ്ങളുടെ കരുത്ത് കാണിക്കുക, അപമാനിക്കുക, ഭയപ്പെടുത്തുക തുടങ്ങിയ അതിക്രമങ്ങളും കൂടുകയാണ്. കാലിഫോർണിയ പോളിടെക്നിക് സ്റ്റേറ്റ് സർവകലാശാലയിലെ ഡോക്ടർ ഷോൺ ബേർണിന്റെ അഭിപ്രായത്തിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതാണ്. സ്ത്രീകൾ തങ്ങൾ നേരിടുന്ന ചൂഷണങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നത് വഴി ചൂഷകർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ദുരനുഭവങ്ങൾ തുറന്നു പറയുന്നത് കുടുംബത്തിനും ഭാവി ജീവിതത്തിനും ദോഷം ചെയ്യുമെന്ന് പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന രീതി ഒഴിവാക്കണം. സ്ത്രീകൾ ആധുനിക വസ്ത്രധാരണത്തിന് പകരം പരമ്പരാഗത രീതി സ്വീകരിച്ച് രാത്രിയിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ച് വീട്ടിലിരുന്നാൽ പൂർണ്ണമായും സുരക്ഷിതരാവും എന്ന ഇടുങ്ങിയ ചിന്താഗതിയും കാലാനുസൃതമായി മാറണം. ഒരു കൃത്യം നടക്കുമ്പോൾ മാത്രം നീതിബോധം ഉണരുന്ന അധികൃതർ കൃത്യം നടക്കാതിരിക്കാനുള്ള വഴികളാണ് തേടേണ്ടത്. രാത്രിയിൽ പേടിച്ചു ജോലി ചെയ്യുന്ന, പേടിച്ചു യാത്ര ചെയ്യുന്ന, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളിൽ പേടിയോടെ കയറുന്ന സ്ത്രീകൾ കേരളത്തിന്റെ സത്പേരിന് മേലുള്ള ക്രൂരമായ പോറലുകളാണ്. ജാതി മത വർഗഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന മാറ്റപ്പെടേണ്ട വ്യവസ്ഥ തന്നെയാണ് സ്ത്രീധനം. നിലവിലെ നിയമ സംവിധാനങ്ങൾക്ക് ഈ വിപത്തിനെ തടയാൻ സാധിക്കുന്നില്ല. വിവാഹ സമ്പ്രദായത്തെ ഒന്നടങ്കം പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിന്റെ ആദ്യപടിയായി തങ്ങളുടെ സമ്പത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല വിവാഹം എന്ന ചിന്ത വേണം. സ്ത്രീധന സമ്പ്രദായം നമ്മുടെ പെൺമക്കളെ കേവലം വിൽപ്പന ചരക്ക് വെക്കുകയാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. നന്ദി.